നമസ്കാരം. മലയാള സിനിമാ ലോകത്ത് വലിയ രീതിയിലുള്ള പല കഥകളും എത്താറുണ്ട്. അവിഹിത ബന്ധങ്ങളായിരിക്കാം പുറത്തു വന്നത്. പണ്ട് കാലം മുതൽ തന്നെ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ വന്നിട്ടുണ്ട്. പ്രണയവും വിവാഹവും എല്ലാം പല രീതിയിൽ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾക്കും വഴിവെക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാവുന്നത് ദിലീപ് കാവ്യമാധവൻ ബന്ധം തന്നെയായിരുന്നു. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഞ്ജു വാര്യരുമായി പിരിയാൻ കാരണം അല്ലെങ്കിൽ മഞ്ജുവിന്റെയും ദിലീപിന്റെയും ജീവിതം തകർത്തത് കാവ്യമാധവനാണ് എന്നുള്ള രീതിയിലെല്ലാം പല രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ ഇത് ആദ്യമായല്ല. മലയാള സിനിമയിൽ നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചില താരകുടുംബത്തെ അല്ലെങ്കിൽ ഈ താരവിവാഹങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു വിവാഹ ബന്ധങ്ങളൊക്കെ നടിമാരുടേതാവാം നടന്മാരുടേതാവാം ഇവരുടെ ബന്ധം തകർത്തതിൽ ഒരു നടിക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ ഒരു നടന് പങ്കുണ്ട് എന്നുള്ള രീതിയിലെല്ലാം പല രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല, തമിഴ് സിനിമയിലാണെങ്കിലും മറ്റെല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നടിമാരുടെ പേര് നമ്മൾ എന്തായാലും എടുത്തു പറയണം. പക്ഷേ ഇന്ന് മറ്റുള്ളവരുടെ കുടുംബം കുളം തോണ്ടിയ 6 നടിമാരെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട് കുടുംബം കുളം തോണ്ടുന്ന നിരവധി നടിമാർ. ആദ്യത്തെ നടി നമ്മുടെ KR വിജയയാണ്. തമിഴിൽ അവരെ ചിരിപ്പഴകി എന്നാണ് വിളിക്കുന്നത്. അവർ വിവാഹം ചെയ്തിരിക്കുന്നത് സിനിമാ നിർമ്മാതാവായ വട്ടിപ്പലിശക്കാരനായ തിരുപ്പതി വേലായുധൻ ചെട്ടിയാരെയാണ്. KR വിജയയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾ വേറൊരു വിവാഹം കഴിച്ചിരുന്നു. എന്തായാലും വിജയ പിടിച്ചത് പുളിങ്കൊമ്പിൽ തന്നെയായിരുന്നു. വേലായുധൻ ചെട്ടിയാർ വിജയയ്ക്ക് പൊന്നും സമ്പത്തും വിമാനവും എല്ലാം സമ്മാനിച്ചിരുന്നു. അങ്ങനെ വേലായുധൻ ചെട്ടിയാരുടെ കുടുംബം വിജയ കുളം തോണ്ടി. അടുത്തത് നമ്മുടെ മലയാളികളുടെ അമ്മ കഥാപാത്രമായ സുകുമാരി അമ്മയാണ്. അവർ വിവാഹം കഴിച്ചത് സംവിധായകൻ ഭീം സിംഗിനെയാണ്. അയാൾക്ക് മുൻപ് ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നു. സുകുമാരി കയറി ആ കുടുംബം കുളം തോണ്ടി എന്ന് വേണം പറയാൻ. മറ്റൊന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന കാവ്യമാധവനാണ്. കാവ്യമാധവൻ കയറി ദിലീപിന്റെ കുടുംബം കുളം തോണ്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം ദിലീപ് കേസിൽപ്പെട്ട് നട്ടം തിരികെയാണിപ്പോൾ. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഹാസ്യ കഥാപാത്രമായ ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ കയറി സായകുമാറിന്റെ പ്രസന്നകുമാരിയുടെയും സുന്ദരമായ ജീവിതമാണ് തകർത്ത് തരിപ്പണമാക്കിയതെന്നാണ് പറയുന്നത്. അതിനുശേഷം ആരോഗ്യവാനായിരുന്ന സായ്കുമാർ പെട്ടെന്ന് പ്രമേഹം രോഗം ബാധിച്ച് രോഗശയ്യയിലുമായി. ഒരുപക്ഷെ പ്രസന്നകുമാരിയുടെയും കുടുംബത്തിന്റെയും ശാപമായിരിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ട്. ഇപ്പോൾ ബിന്ദു പണിക്കരും സായ്കുമാറും ഒരുമിച്ച് ജീവിക്കുകയാണ്. മറ്റൊരു നടിയാണ് വാണി വിശ്വനാഥ്. ബാബുരാജ് വാണി വിശ്വനാഥിനെ വിവാഹം കഴിക്കുമ്പോൾ ബാബുരാജിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു, കൂടെ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വാണിയും ബാബുരാജും സന്തോഷപരമായ ജീവിതം നയിക്കുകയാണ്. പുറത്തുള്ള നടിമാരെ പറയുകയാണെങ്കിൽ നമ്മുടെ നയൻതാരയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ ഉണ്ടായിരുന്ന പ്രഭുദേവയുടെ കുടുംബം കുളം തോണ്ടി. അവരെ ഡിവോഴ്സ് വരെ ചെയ്തു പ്രഭുദേവ. ഒടുവിൽ നയൻതാരയും പ്രഭുദേവയുമായുള്ള വിവാഹം വരെ ഉറപ്പിച്ചു. എന്നാൽ അതിലൊന്നും ഒതുങ്ങിയില്ല. നയൻതാര അവർ വിഘ്നേഷ് ശിവനെ വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. മരിച്ചുപോയ ഹിന്ദി നടി ശ്രീദേവി, കുടുംബവും കുട്ടികളും ഉണ്ടായിരുന്ന ബോണി കപൂറിന്റെ കുടുംബം കുളം തോണ്ടി. ഒടുവിൽ ബോണിയും ശ്രീദേവിയും ഒന്നായി. പിന്നെ നമ്മുടെ മരണപ്പെട്ടുപോയ ശ്രീവിദ്യയും ഭരതനും തമ്മിൽ 6 മാസത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് അത് KPSC ലളിത തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് നടിമാർ ഓരോ നടിമാരുടെയും കുടുംബം കുളം തോണ്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 6 നടിമാരുടെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും നിരവധി നടിമാർ ഉണ്ട്. അതേസമയം തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൂപ്പർ താരമായി മാറിയ നടിയാണ് അംബിക. ഒരു കാലത്ത് ഇന്നത്തെ മുൻനിര നായികമാരുടെ നായികയായി മാറിയ അംബിക തിരുവനന്തപുരത്തെ കല്ലറയിലുള്ള കോൺഗ്രസ് നേതാവായിരുന്ന സരസമ്മയുടെ മകളായിരുന്നു അംബിക. അതിലുപരി കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു സരസമ്മ. തെന്നിന്ത്യക്കാരുടെ സൂപ്പർ റാണിയായിരുന്നു അംബികയും രാധയും. പണ്ടത്തെ കാലത്തെ നായകന്മാരുടെ നായികയായിരുന്നു അംബിക. മോഹൻലാൽ, മമ്മൂട്ടി, സുകുമാരൻ, ശങ്കർ ഇവരുടെയൊക്കെ നായികയായിരുന്നു. അന്നത്തെ കാലത്ത് മോഹൻലാലിനേക്കാൾ വിലയുള്ള താരം ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനേക്കാൾ പണം അംബികയ്ക്ക് കിട്ടിയിരുന്നു. തമിഴ് കമലഹാസന്റെയും രജനീകാന്തിന്റെയും ഹീറോ അംബിക തരംഗമായി മാറി. അന്നത്തെ കാലത്ത് മോഹൻലാലിനേക്കാൾ വിലയുള്ള താരമാണ്. ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനേക്കാൾ പണം അംബികയ്ക്ക് കിട്ടിയിരുന്നു. തമിഴിൽ കമലഹാസന്റെയും രജനീകാന്തിന്റെയും ഹീറോ അംബിക തരംഗമായി മാറി. മലയാളത്തിൽ അഭിനയിച്ച് അംബിക തമിഴിൽ ചെന്നപ്പോൾ ആവോളം ഇഴകിച്ചേർന്ന് അഭിനയിക്കാനും ശരീര സൗന്ദര്യം കാണിക്കാനും ഒക്കെ തയ്യാറായി. സകലകലാ വല്ലഭനിൽ കമലഹാസനുമായി ഒരുപാട് ഇഴകിച്ചേർന്നാണ് അഭിനയിച്ചത്. അതുപോലെ രജനീകാന്തിന്റെ കൂടെയും പ്രഭുവിന്റെ കൂടെയും ഇഴകിച്ചേർന്ന് അഭിനയിച്ചു. അംബികയുടെ ശരീര സൗന്ദര്യം കണ്ട് തമിഴിൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടി. നടി എന്ന നിലയിൽ അവർ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ജീവിതത്തിൽ പരാജയമായിരുന്നു. ആദ്യ വിവാഹം കഴിച്ചത് ഷിനു ജോൺ. അതിനു മുന്നേ ശങ്കറും അംബികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം വരെ എത്തിയ ബന്ധം പിന്നീട് നടന്നില്ല. അംബികയുടെ അമ്മ സരസമ്മ ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. അതിനുശേഷം തമിഴ് നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു. അതും നിലനിന്നില്ല. അതിനുശേഷം തമിഴ് നടൻ വടിവേലുമായി ലിവിംഗ് ടൂതർ ബന്ധത്തിലായിരുന്നു. ആ വാർത്ത രണ്ടുപേരും നിഷേധിച്ചില്ല. അതേസമയം
വടിവേലു വിവാഹിതനായിരുന്നു. പിന്നീട് വടിവേലുവിന്റെ കുടുംബം പിണങ്ങിപ്പോയി. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം അംബിക മദ്യം കഴിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവിന്റെ മകന്റെ കല്യാണത്തിന് മദ്യപിച്ച് അബോധാവസ്ഥയിൽ ആയതും വാർത്തയായിരുന്നു. അതൊന്നും അംബികയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇപ്പോഴും അമ്മ വേഷം ചെയ്തു സിനിമയിൽ പിടിച്ചു നിൽക്കുകയാണ് അംബിക. അതേസമയം തന്നെ ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതം നടന്നിട്ടില്ലാത്ത ഒരു നടി തന്നെയാണ് ഷീല എന്ന് ഷീല തന്നെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ വിചാരിച്ച പലതും നടന്നിട്ടില്ലെന്നും എന്നാൽ വിചാരിക്കാത്ത പലതും നടന്നിട്ടുള്ളതും ഷീല അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം പറയാറുള്ള ഒന്നാണ്. നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാതെ പോയതിന്റെ വിഷമം പലപ്പോഴായി താരം പങ്കുവച്ചിട്ടുണ്ട്. തമിഴ് നടൻ രവിചന്ദ്രനായിരുന്നു ഷീലയുടെ ഭർത്താവ്. ആ ബന്ധത്തിൽ ഷീലയ്ക്കുള്ള മകനാണ് നടൻ കൂടിയായ ജോർജ് വിഷ്ണു. ഇനി എനിക്ക് ജന്മമില്ല. അമ്മയായും സഹോദരിയായും ഭാര്യയായും ഞാൻ എല്ലാം അഭിനയിച്ചു. എൻ്റെ മകൻ്റെ അച്ഛനെ പറ്റി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. തമിഴ് സിനിമാ രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച രവിചന്ദ്രന്റെ സിനിമ ജീവിതത്തിൽ 250 ദിവസങ്ങൾ ഓടിയ ചിത്രങ്ങൾ വരെയുണ്ട്. പക്ഷേ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തകർത്തത്. മാർക്കറ്റ് കുറഞ്ഞപ്പോഴാണ് അദ്ദേഹം മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത്. മാത്രമല്ല അദ്ദേഹം ആ സമയം ഭാര്യയുമായി പിണങ്ങി വിവാഹമോചനം നേടിയിരുന്നു. ആ ബന്ധത്തിൽ 3 മക്കളും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത്. ശേഷം സംവിധായകനായ ജഡ്ഡി തൊട്ടാൻ സംവിധാനം ചെയ്ത ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. അങ്ങനെ അവിടെ വെച്ച് ചില സംസാരത്തിനിടയിൽ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞു. അമ്മ അന്ന് കിടപ്പിലായിരുന്നു. രവിചന്ദ്രൻ ജഡ്ഡി തോട്ടനും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് തോട്ടാൻ ചോദിച്ച ഒരു കാര്യമാണ് വിവാഹത്തിലേക്ക് നയിച്ചത്. നിങ്ങളുടെ ഭാര്യയും പോയി, ഷീലാമ്മയും ഇപ്പോൾ തനിച്ചാണ്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ എന്നായിരുന്നു തോട്ടാൻ ചോദിച്ചത്. പിന്നെ സേതുമാധവനും എമ്മോ ജോസഫും നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. പക്ഷേ വിവാഹശേഷം ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു. ശേഷം അയാൾ പിന്നീട് എനിക്കൊപ്പം താമസിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് മറ്റൊരു വീടുണ്ട്, അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ടി നഗറിൽ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് മറ്റൊരു കുടുംബം കൂടി ഉണ്ടെന്ന വിവരം ഞാൻ അറിയുന്നത്. അതറിഞ്ഞ നിമിഷം ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്ന് അന്നേരം പറഞ്ഞതാണ്. 2.5 കൊല്ലത്തിന് ശേഷം പിരിയുകയും ചെയ്തു. ഞാൻ എത്രയോ പേരുടെ കല്യാണം നടത്തി. പക്ഷെ എൻ്റെ വിവാഹ ജീവിതം മാത്രം ശരിയായില്ല. അതൊഴിച്ചാൽ ജീവിതത്തെക്കുറിച്ച് സന്തോഷമേ ഉള്ളൂവെന്നുമാണ് മുമ്പ് ഒരിക്കൽ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ ഷീല പറഞ്ഞത്.